ഹേ, നമ്മുടെ റിവ്യൂ ഒരു കഥയുടെ രൂപത്തിലായാലോ? അതാവുമ്പോ ഒട്ടും ബോറടിക്കില്ല. കമോൺ. അപ്പോ ഇവനാണ് പ്രസ്റ്റീജ്. എന്നെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇവൻ നല്ല എഫക്റ്റീവായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ജോലി അങ്ങോട്ട് ചെയ്തു തരാറ്. അങ്ങനെ ഇരിക്കെ കാലം കുറച്ചായില്ലേ എന്റെ കൂടെ കൂടിയിട്ട് ഇവൻ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. നടുക്ക് ഇങ്ങനെ ചെറിയൊരു മുള്ളു പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കാറില്ലേ, ആ ആ ഒരു സംഗതിയാണ് ബ്രേക്ക് ആയിപ്പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവനേതായാലും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഇവനെ മച്ചമോളിൽ കയറ്റി. ഈ വീട്ടിലിപ്പം മച്ചമോളെന്നൊന്നും പറയാനില്ല കേട്ടോ. എങ്കിൽ തന്നെ കേൾക്കാനൊരു സുഖത്തിന് ഇരിക്കട്ടെ അല്ലേ. ഞാനിവിടെ കുറച്ച് ദൂരെയായിട്ട് ഒരു പ്രസ്റ്റീജ് ഔട്ട്ലെറ്റിലേക്ക് പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ. അവിടുന്ന് തന്നെ ഇവന്റെ ഒരു പിൻഗാമിനെ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ വിശാൽ മാർട്ട് എനിക്ക് അടുത്താണ്. അങ്ങനെ അവിടെ ചെന്ന് ഇതിന് മുൻപ് 2 തവണ ഞാൻ കണ്ടുവെങ്കിലും എടുക്കാതെ ഇരുന്ന ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു എൻ്റെ ഇപ്രാവശ്യത്തെ വിശാൽ മാർട്ടിലേക്കുള്ള സന്ദർശനം. നോക്കിയപ്പോൾ വിലയോ തുച്ഛം, 150 രൂപയേ ഉള്ളൂ. ഒരുപാട് നാൾ എൻ്റെ കൂടെ കൂടിയില്ല എങ്കിൽ തന്നെ കുറച്ച് നാളെങ്കിലും വരുന്നത്രയും നാൾ വരട്ടെ എന്ന് കരുതി ഞാൻ ഇവനെ കൂടെ കൂട്ടി. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ക്യാരറ്റുമായി ഞാൻ അവനെ ജോലി ഏൽപ്പിച്ചു. അത് ഒട്ടും തന്നെ ശരിയായില്ല. റിവ്യൂ ഇടുന്നതിന് മുൻപ് ഒന്നും കൂടെ ഞാൻ ഒരു അവസരം കൂടെ കൊടുത്തു. എന്നിട്ടും അവന്റെ ആ ജോലി ഒട്ടും തന്നെ അവൻ മെച്ചപ്പെടുത്തി എന്നെ കാണിച്ചില്ല. ബീട്രൂട്ട് വെക്കാനാണ് ഞാൻ ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ട് കയ്യിൽ തന്നെ മിക്കവാറും ചെയ്യാറുള്ളൂ. വല്ലപ്പോഴൊക്കെയാണ് ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഇവന്റെ സഹായം ഒന്ന് അന്വേഷിക്കാറുള്ളത്. അങ്ങനെ ഇരിക്കെ മുഴുവൻ ഇട്ട് കൊടുത്താൽ പിന്നെ എനിക്കത് ചെറുതായിട്ട് അരിയാൻ പറ്റാണ്ടായിപ്പോയെങ്കിലും അതുകൊണ്ട് 1/4 ഭാഗം മാത്രം ബീട്രൂട്ടിന്റെ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പാവം മാറ്റി വെച്ച ഒരുത്തനാണ്. നമ്മൾ ചിലപ്പോൾ ഈ വലിയ പത്രാസൊക്കെ കാണിച്ചങ്ങോട്ട് എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ടടാ എന്ന് പറഞ്ഞങ്ങോട്ട് ഇട്ടേച്ച് പോയിട്ട് ഒരുത്തനെ കൊണ്ടും എന്തൊക്കെ ചെയ്തിട്ടും കാര്യം ശരിയായില്ല എന്ന് വരുമ്പോ ഒരു ആകെ ചമ്മി നാറിയൊരു മുഖമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലാറില്ലേ ചിലപ്പോഴൊക്കെ. അതുപോലെയായിരുന്നു ഞാൻ ഇവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത്. എന്നെ അങ്ങോട്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ച് ഒരു പരിഭവവുമില്ലാണ്ട്. അയ്യോ, ചെറിയൊരു ഫ്രാക്ചറൊക്കെ അവനെ ഉണ്ടെങ്കിൽ തന്നെ ഹമ്പടാ, നമ്മുടെ പ്രസ്റ്റീജ് ആള് മോനെ, അവനാണ് പണിക്കാരൻ, വിശ്വസ്തൻ. തായിരിക്കണു നല്ലോണം പണ്ടത്തെ പോലെ തന്നെ ചെയ്തു തന്നു. ചെറുതായിട്ടൊരു ശബ്ദമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. എങ്കിൽ തന്നെ എനിക്ക് അവൻ കാര്യം നടപ്പിലാക്കി. സോ ഞാൻ അങ്ങോട്ട് വിധി പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ലായിരിക്കും. ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി പിടികിട്ടിയില്ലേ? സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ആൻഡ് സീ യു വൺസ് അഗൈൻ. ഓ, ഞാൻ പോട്ടെ. അതെ, ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ച് എന്റെ കൂടെ കൂടാൻ മറക്കരുതിട്ടാ. This is Godsi from Godsi's Version Malayalam. Take care and goodbye.